ഓം ശാന്തി. മസ്തകമധ്യത്തിൽ പ്രകാശിക്കുന്ന ഞാൻ ഒരു ചൈതന്യ നക്ഷത്രമാണ്. ഞാൻ ശിവബാബയുടെ സ്നേഹി കുട്ടിയാണ്. ബാബയുടെ ഓരോ ആജ്ഞയും പാലന ചെയ്യുന്നു. ഞാൻ ബാബയുടെ ശ്രീമതമനുസരിക്കുന്ന ആജ്ഞാകാരി കുട്ടിയാണ്. മധുരമായ ബാബ, അങ്ങെന്താണോ പറയുന്നത് അത് തന്നെ ഞാൻ ചെയ്യുന്നു. ഞാൻ ഒരു ബാബയുടെ ശ്രീമതമനുസരിക്കുന്ന സത്പുത്രനാണ്. ശ്രീമതമനുസരിച്ചുകൊണ്ട് ഓരോ ആജ്ഞയും പാലന ചെയ്യുന്ന ആജ്ഞാകാരി കുട്ടിയാണ്. ഇതിൽ മന്മതം മിക്സാവുന്നില്ല. ഒരിക്കലും മറ്റു മതങ്ങളുടെ പ്രഭാവത്തിൽ വരുന്നില്ല. കേവലം ഒരു ബാബയുടേതാണ്. ബാബയുടെ ശ്രീമതത്തിൻ്റെ പ്രഭാവത്തിലാണ്. സദാ ബാബയുടെ ശ്രീമതമനുസരിച്ചു നടക്കുന്നു. കാരണം എൻ്റെ ഓരോ കർമ്മവും ശ്രേഷ്ഠ കർമ്മമാണ്. ഞാൻ ബാബയുടെ സത്പുത്രനാണ്. എൻ്റെ ശിരസിൽ സദാ ബാബയുടെ കൈയുണ്ട്. ബാബയുടെ ശ്രീമതത്തിൻ്റെയും വരദാനത്തിൻ്റെയും കൈ ഞാൻ അനുഭവം ചെയ്യുന്നു. ഞാൻ ഫോളോ ഫാദർ ചെയ്ത് ബാപ്പു സമാനമായി ബാബയുടെ സേവയിൽ സഹയോഗം നൽകുന്നു. ബാബയുടെ ശ്രീമതത്തിൻ്റെയും വരദാനങ്ങളുടെയും ഹസ്തങ്ങൾ സദാ എൻ്റെ ശിരസ്സിനു മുകളിലുണ്ട്. ഞാൻ നിരന്തരം ഈ അനുഭവത്തിലാണ്. എവിടെ ബാബയുടെ ശ്രീമതം വരദാനത്തിൻ്റെ ഹസ്തങ്ങളുണ്ടോ അവിടെ വരദാനം തന്നെയാണ്. സ്നേഹത്തിൻ്റെ റെസ്പോൺസാണ് സമാനമാക്കുന്നത്. ഞാൻ ഫോളോ ഫാദർ ചെയ്ത് ബാബയുടെ സ്നേഹത്തിൻ്റെ പ്രൂഫ് നൽകുന്ന സത്പുത്രനാണ്. ഞാൻ ബാബയുടെ ഓരോ ആജ്ഞയും പാലന ചെയ്യുന്നു. ഞാൻ ബാബ നൽകുന്ന ശ്രീമതമനുസരിക്കുന്നു. സമയം നഷ്ടപ്പെടുത്താതെ നേരായ കർമ്മം ചെയ്യുന്നു. അതിരാവിലെ ഉണർന്ന് സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കുന്നവർ ഭാഗ്യശാലികളാണ്. ബാബയോട് മധുരമായി സംസാരിക്കുന്നു. പാസ് വിത്ത് ഓണറാകാനുള്ള പുരുഷാർത്ഥം ചെയ്ത് സ്വയത്തെ രാജ്യ പദവിക്ക് യോഗ്യനാക്കുന്നു. പരിധിയില്ലാത്ത അച്ഛൻ പരിധിയില്ലാത്ത സുഖം നൽകുന്നതിനു വേണ്ടി ശ്രീമതം നൽകിക്കൊണ്ടിരിക്കുന്നു.
ബാബ ദയാഹൃദയനാണ്, മുക്തേശ്വരനാണ്. ബാബ ശ്രീമതം നൽകുന്നു. ബാബ, അങ്ങയുടെ വഴി ഉയർന്നതിലും ഉയർന്നതാണ്. ഞാൻ സ്വയം തൻ്റെ മേലെ ദയ കാണിക്കുന്നു. ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. കർമ്മം ചെയ്തുകൊണ്ടും ആത്മാവിൻ്റെ ബുദ്ധി ബാബയുടെ ഭാഗത്തേക്കാകുന്നു. ഞാൻ ബാബയെ അറിയുന്നു, ആത്മാവിനെയും അറിയുന്നു. ഞാൻ ആത്മാവ് ഭൃഗുടി മധ്യത്തിൽ നക്ഷത്രം പോലെ തിളങ്ങുന്നു. ഏതുപോലെ ആത്മാവ് അതുപോലെ തന്നെ പരമാത്മാവ്, സുപ്രീം സോൾ. പുരുഷാർത്ഥമനുസരിച്ച് നമ്പർ 1 പദവി ലഭിക്കുന്നു. ബാബയുടെ ശ്രേഷ്ഠ മതമാണ് ബാബയെ ഓർമ്മിക്കൂ, വികർമ്മം വിനാശമാക്കൂ. ഞാനിപ്പോൾ പരിധിയില്ലാത്ത അച്ഛൻ്റെ കുട്ടിയാണ്. ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ബാബയെ ഓർമ്മിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ സ്ഥാപന ചെയ്യുന്നു, പാവനമാക്കി എല്ലാവരെയും തിരിച്ചു കൊണ്ടുപോകുന്നു. അതിനാൽ ബാബയെ സദ്ഗുരു അഥവാ മുക്തിദാതാവെന്ന് പറയുന്നു. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയെ ഓർമ്മിക്കൂ എങ്കിൽ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാകും. ബാബ വന്ന് സമ്പത്ത് നൽകുന്നു, രാവണൻ ശാപം നൽകുന്നു. ഇത് സത്സംഗമാണ്. ബാബ ഇവിടെ സത്യമായ ജ്ഞാനം നൽകി സത്യഖണ്ഡത്തിന്റെ അധികാരിയാക്കുന്നു. കൽപ്പത്തിന്റെ സംഗമത്തിലാണ് സത്യമായ കൂട്ട് ലഭിക്കുന്നത്. ഞാനിപ്പോൾ ആത്മീയ രക്ഷാസേനയിലാണ്. വിശ്വത്തിന്റെ തോണി അക്കരയ്ക്കെത്തിക്കുന്നു. എന്നാൽ എന്നെ രക്ഷിക്കുന്നതും ശ്രീമതം നൽകുന്നതും ഒരേ ഒരു ബാബയാണ്. ബാബ പതിത പാവനനാണ്, സർവരുടെയും സദ്ഗതി ദാതാവാണ്. ഞാൻ മോശമായത് കേൾക്കില്ല, കാണില്ല. പഴയ ലോകത്തിനോട് പരിധിയില്ലാത്ത വൈരാഗ്യമുണ്ട്. ബാബ എനിക്ക് കുബേരന്റെ ഖജനാവ് നൽകുന്നു. ഞാൻ സന്തോഷത്തിലിരിക്കുന്നു. ഓരോ സങ്കല്പങ്ങളെയും വാക്കിനെയും കർമ്മത്തെയും ഫലദായകമാക്കുന്ന ആത്മീയ പ്രഭാവശാലിയാകൂ. ഇതാണ് ബാബ നൽകിയ വരദാനം. സംബന്ധ സമ്പർക്കത്തിൽ വരുന്ന ആത്മാക്കളുടെ പ്രതി സ്നേഹം, സഹയോഗം, മംഗളം എന്നിവയുടെ ഭാവനയുണ്ടാകുന്നു. ഓരോ കർമ്മവും ഫലദായകമാകട്ടെ. സേവനത്തിൽ ആത്മീയ പ്രഭാവശാലികളാകൂ. അപ്പോൾ ബാബയെ
പ്രത്യക്ഷമാക്കാൻ നിമിത്തമാകുന്നു. ഞാൻ ശുഭചിന്തകമണിയായി എൻ്റെ കിരണങ്ങൾ വിശ്വത്തെ മുഴുവൻ പ്രകാശമാനമാക്കുന്നു. ഓം ശാന്തി.